Now we'll see the different phases of apoptosis. അപ്പോൾ അപ്പോട്ടോസിസ് സെൽ ഡെത്ത് ആണെന്ന് ഞാൻ പറഞ്ഞു അല്ലേ. അപ്പോൾ ഒരു സെല്ല് ഡൈ ചെയ്യാറായി എന്നുള്ളത് ആ സെല്ലിൻ്റെ സർഫസിൽ തന്നെ അതിൻ്റെ സിഗ്നൽസ് കാണും. അതായത് അതിന് ഈറ്റ് മീ സിഗ്നൽസ് എന്ന് പറഞ്ഞാൽ അതിൽ എഴുതിയിട്ടില്ല ഈറ്റ് മീ എന്നെ തിന്നോ എന്നുള്ള ഈറ്റ് മീ സിഗ്നൽസ് ആ സെല്ലിൻ്റെ സർഫസിൽ കാണും. അപ്പോൾ ഒരു സെല്ലിന് എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും ആ സെല്ല് ചാകണം എന്നുള്ള അതിൻ്റെ അത് മരിക്കാൻ ഇപ്പം നമ്മൾ സെൻറ്റൻസ് ടു ഡെത്ത് എന്ന് പറയത്തില്ലേ, അങ്ങനെ ആണെങ്കിൽ ആ സെല്ലിനെ എങ്ങനെ തിരിച്ചറിയുമെന്ന് വെച്ചാൽ അതിൻ്റെ വെളിയിൽ ഈറ്റ് മീ സിഗ്നൽസ് കാണും, അല്ലെങ്കിൽ ഡെത്ത് സിഗ്നൽസ് കാണും. അപ്പം ഡെത്ത് സിഗ്നൽസ് അല്ല ഈറ്റ് മീ സിഗ്നൽസ്. അപ്പം ഈ ആക്ടിവേഷൻ ഫേസിലാണ് ദി സെൽ റെസ്പോൺസ് ടു ദി ഡെത്ത് സിഗ്നൽസ് ആൻഡ് കമ്മിറ്റ്സ് ഇറ്റ് ടു അണ്ടർഗോ സെൽഫ് ഡിസ്ട്രക്ഷൻ. എന്ന് വെച്ചാൽ ആ സെല്ലിനെ മരിക്കാൻ ഇറ്റ് ഹാസ് ടു അണ്ടർഗോ സെൽഫ് ഡിസ്ട്രക്ഷൻ, ശരിയല്ലേ. അപ്പം അതിൻ്റെ അകത്ത് നടക്കുന്ന പല പ്രോസസ്സിലൂടെ സെൽഫ് ഡിസ്ട്രോയ് ചെയ്യുവാണല്ലോ. അപ്പം ആ സെൽഫ് ഡിസ്ട്രക്ഷന് കമ്മിറ്റ് ചെയ്യുന്ന ഫേസാണ് ആക്ടിവേഷൻ ഫേസ്. അതായത് ആ സെല്ല് സ്വയം സെൽഫ് ഡിസ്ട്രക്ഷന് കമ്മിറ്റ് ചെയ്യാണ്, മനസ്സിലായിട്ട് കമ്മിറ്റ്സ് ഇറ്റ് സെൽഫ് ടു സെൽഫ് ഡിസ്ട്രക്ഷൻ. ഇറ്റ് റെസ്പോൺസ് ടു ഡെത്ത് സിഗ്നൽസ്. ആ ഫേസിനെയാണ് ആക്ടിവേഷൻ ഫേസ് എന്ന് പറയുന്നത്. ഇനി എക്സിക്യൂഷൻ ഫേസ് എന്ന് വെച്ചാൽ ദാറ്റ് ഇസ് വെൻ ദ ഡെത്ത് സെൻറ്റൻസ് ഈസ് ക്യാരിഡ് ഔട്ട്. എന്നുവെച്ചാൽ തൂക്കി കൊല്ലുക, ആ സെല്ലിനെ കൊല്ലുകയാണ്, മനസ്സിലായി. ആ കൊല്ലുന്ന ആ ഫേസാണ് എക്സിക്യൂഷൻ ഫേസ്. അപ്പോൾ അപ്പോട്ടോസിസിൽ രണ്ട് ഫേസാണ്, ആക്ടിവേഷൻ ഫേസും എക്സിക്യൂഷൻ ഫേസും. ആക്ടിവേഷൻ ഫേസിൽ ദ സെൽ റെസ്പോൺസ് ടു ഡെത്ത് സിഗ്നൽ ആൻഡ് കമ്മിറ്റ്സ് ടു അണ്ടർഗോ സെൽഫ് ഡിസ്ട്രക്ഷൻ. എക്സിക്യൂഷൻ ഫേസസ് വെയർ ദ സെൽ ഡെത്ത് ഇസ് ക്യാരിഡ് ഔട്ട്. ഇനി ഇതിൽ പങ്കെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട എൻസൈംസ് ആണ് കാസ്പേസ് എന്ന് പറയുന്നത്. കാസ്പേസസ്, പല ടൈപ്പ് കാസ്പേസസ് ഉണ്ട്. ആ ഗ്രൂപ്പ് ഓഫ് എൻസൈമാണ് കാസ്പേസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു ദ ഗ്രൂപ്പ് കോൾഡ് സിസ്റ്റീൻ പ്രോട്ടിയേസസ്. ഇപ്പോൾ നിങ്ങൾ എൻസൈം പഠിച്ചിട്ടുണ്ടോ, അതിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ ചില അമിനോ ആസിഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പെർട്ടിക്കുലർ എൻസൈംസിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ സിസ്റ്റീൻ റെസിഡ്യൂ ആണ് ഉള്ളത്, മനസ്സിലായോ. അപ്പം അപ്പോട്ടോസിസിൻ്റെ ഏർലി സ്റ്റേജിൽ കാസ്പേസസ് ആക്ടിവേറ്റഡ് ആവും. എന്നിട്ട് ആ സെൽ ഡെത്തിൻ്റെ സമയത്ത് നടക്കുന്ന പല പ്രോസസ്സസിലും ഈ കാസ്പേസിന് വളരെ ഇമ്പോർട്ടൻറ്റ് റോൾ ഉണ്ട്. നമ്മൾ നേരത്തെ ഇത് ഞാൻ ഇവിടെ ഇട്ടിരുന്നാണ്, ഒന്നുകൂടെ അടിച്ചു പോയി, സാരില്ല. ഇത് റെപ്പറ്റീഷനാണ് കേട്ടോ, കാര്യമാക്കണ്ട. ഇനി ഞാൻ പറഞ്ഞു സെൽ ഡെത്തിൽ ഇൻവോൾവ് ആയിട്ടുള്ള പല പ്രോസസ്സസിലും കാസ്പേസ് പ്ലേസ് എ റോൾ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അപ്പോട്ടോസിസിനെ ഒരുപാട് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് നോക്കിയില്ലേ. അതായത് അത് നെയ്ബറിങ് സെല്ലുമായിട്ട് ബന്ധം വിട്ടുവോ, അതിൻ്റെ ന്യൂക്ലിയസ് ഡിസൻറ്റഗ്രേറ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞില്ലേ, ബ്ലബിങ് സംഭവിക്കുന്നൊക്കെ പറഞ്ഞല്ലേ. ആ പ്രോസസ്സസിലെല്ലാം കാസ്പേസിന് പങ്കുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാസ്പേസസ് ഹാവ് ഗോട്ട് സം ടാർഗറ്റ് പ്രോട്ടീൻസ്, അണ്ടർസ്റ്റാൻഡ്. കാസ്പേസസ് പ്ലേ ഓൺ സം ടാർഗറ്റ് പ്രോട്ടീൻസ്. ആ പ്രോട്ടീൻസിന് വരുന്ന മാറ്റം കാരണമാണ് ഈ സെൽ ഡെത്തിനുള്ള മുൻകൂട്ടി നടക്കുന്ന കുറേ പ്രോസസ്സസ് ഉണ്ടല്ലോ. നമ്മൾ ആ 1, 2, 3 ആയിട്ട് ലിസ്റ്റ് പറഞ്ഞില്ലേ അപ്പോട്ടോസിസ് ഫീച്ചേഴ്സ്, അതെല്ലാം നടത്താൻ സഹായിക്കുന്നത് കാസ്പേസാണ്. അപ്പോൾ കാസ്പേസിൻ്റെ ടാർഗറ്റ് പ്രോട്ടീൻസിൽ വരുന്ന ചില പ്രോട്ടീൻസിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതിലൊന്ന് വരും ഫോക്കൽ അഡ്ഹെഷൻ കൈനേസ്, ഫാക്ക് എന്ന് പറയും, ഫോക്കൽ അഡ്ഹെഷൻ കൈനേസ്. കാരണം ഈ ഫോക്കൽ അഡ്ഹെഷൻ കൈനേസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള നെയ്ബറിങ് സെൽസുമായിട്ടുള്ള ഇൻട്രാക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള സെൽസാണ്. ഇതൊക്കെ പോട്ടെ, ഇതൊക്കെ നിങ്ങൾക്ക് വലിയ MSc-ക്കൊക്കെ പോകുമ്പോൾ പഠിച്ചോളൂ. അപ്പോൾ ഈ ഫോക്കൽ അഡ്ഹെഷൻ കൈനേസിനെ കാസ്പേസ് നശിപ്പിക്കുമ്പോൾ എന്ത് പറ്റും, ദാറ്റ് വിൽ ഡിസ്റപ്റ്റ് ദ സെൽ അഡ്ഹെഷൻ. അപ്പോൾ നോർമൽ സെൽ അഡ്ഹെഷൻ പ്രോസസ്സിൽ അണ്ടർഗോ ചെയ്യുന്നതാണല്ലോ. അപ്പം മരിക്കേണ്ട സെല്ല് ഈ നെയ്ബറിങ് സെല്ലുമായിട്ട് അഡ്ഹെഷൻ നഷ്ടപ്പെടണം. അതുകൊണ്ട് ഫോക്കൽ അഡ്ഹെഷൻ കൈനേസിനെ അത് എഫക്റ്റ് ചെയ്യും, ആരെ, കാസ്പേസ്. ദാറ്റ് വേ ഇറ്റ് ഡിസ്റപ്റ്റ്സ് ദ സെൽ അഡ്ഹെഷൻ. അടുത്തത് കാസ്പേസിന് വേറെ ടാർഗറ്റാണ് ലാമിൻസ്. ലാമിൻസ് എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ എൻവലപ്പിൻ്റെ അകത്തുള്ള ലൈനിങ് ആണ് ലാമിൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ന്യൂക്ലിയസ് പഠിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ലാമിൻസിനെ നശിപ്പിക്കുമ്പോൾ, കാസ്പേസ് നശിപ്പിക്കുമ്പോൾ എന്ത് സംഭവിക്കും, ദാറ്റ് വിൽ ലീഡ് ടു ഡിസ്അസംബ്ലി ഓഫ് ന്യൂക്ലിയർ ലാമിന. അപ്പോൾ നമ്മൾ ഷ്രിങ്കേജ് ഓഫ് ന്യൂക്ലിയസ് ഒരു ഫീച്ചറായിട്ട് പഠിച്ചില്ലേ. അപ്പോൾ ആ ലാമിൻസിനെ നശിപ്പിച്ചുകൊണ്ടാണ് ആ ന്യൂക്ലിയസിനെ ഷ്രിങ്ക് ചെയ്യുന്നത്. ആ ന്യൂക്ലിയർ മെംബ്രെയിൻ നശിച്ചാൽ ഓട്ടോമാറ്റിക്കലി ന്യൂക്ലിയസ് ഷ്രിങ്ക് ചെയ്യും. പിന്നുള്ളത് പ്രോട്ടീൻസ് ഓഫ് സൈറ്റോസ്കെൽട്ടൺ, അതിൻ്റെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അതാണ് അടുത്ത കാസ്പേസിന് ടാർഗറ്റ്. അപ്പോൾ ഇതെല്ലാം നശിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് സെൽസ് ഷേപ്പ് വിൽ ചേഞ്ച്, മനസ്സിലായി. സെൽ വിൽ ഷ്രിങ്ക് എന്ന് പറഞ്ഞില്ലേ, ആ ഷേപ്പ് മാറ്റാനാണ് സൈറ്റോസ്കെൽട്ടനെ കാസ്പേസ് നശിപ്പിക്കുന്നത്. പിന്നുള്ള ഒരു എൻസൈം ഉണ്ട് വിച്ച് ഇസ് കോൾഡ് കാസ്പേസ് ആക്ടിവേറ്റഡ് DNase അഥവാ CAD. ഇതിനെ ഈ എൻസൈം എന്ന് പറയുന്നത് അതിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് this enzyme is activated by caspase because it cleaves an inhibitory protein. മനസ്സിലായി. എന്ന് വെച്ചാൽ caspase cleaves an inhibitory protein and when this inhibitory protein is cleaved, this becomes activated.
പിടികിട്ടിയോ? അപ്പോൾ ഇൻഹിബിറ്ററി പ്രോട്ടീൻ ഉള്ളപ്പം ഇത് ആക്റ്റീവ് അല്ല. ആ ഇൻഹിബിറ്ററി പ്രോട്ടീനെ കാസ്പേസ് നശിപ്പിക്കുമ്പം ഓട്ടോമാറ്റിക്കലി CAD ആക്ടിവേറ്റ് ചെയ്യും. ആക്ടിവേറ്റഡ് ആയ CAD എന്ത് ചെയ്യും? സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക് കടക്കും. അവിടെ ചെന്നിട്ട് DNA ഫ്രാഗ്മെന്റ് ചെയ്യും. DNAs എന്നല്ലേ? അപ്പോൾ DNA ക്യാപിറ്റൽ എഴുതണേ നിങ്ങൾ. DNAASE. അപ്പം DNAs എന്ന് പറയുമ്പോൾ DNA ഹൈഡ്രലൈസ് ചെയ്യുന്ന എൻസൈം എന്നാണ് അർത്ഥം. അപ്പോൾ ഇത് യൂഷ്വലി ഇനാക്റ്റീവ് ഫോമിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പ്രോട്ടീൻ ഉണ്ട്. ആ പ്രോട്ടീനെ കാസ്പേസ് നശിപ്പിക്കുമ്പം CAD ആക്റ്റീവ് ആവും. അത് സൈറ്റോപ്ലാസത്തിൽ നിന്ന് ന്യൂക്ലിയസിലേക്ക് എത്തും. ന്യൂക്ലിയസിൽ ചെന്നിട്ട് അവിടുത്തെ DNA മുഴുവൻ ഫ്രാഗ്മെന്റ് ചെയ്യും. അപ്പോൾ ആ അപ്പോട്ടോസിസിന്റെ ഫീച്ചേഴ്സിൽ ഇൻവോൾവ് ആയിട്ടുള്ള പ്രോസസ്സ് എല്ലാം കാസ്പേസ് നടത്തി കൊടുക്കും. മനസ്സിലായോ നിങ്ങൾക്ക്?